അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. ഇന്ന് എൻ്റെ അനിയത്തിയാണ് കറി വെക്കുന്നത്. അനിയത്തി എന്ന് പറഞ്ഞാൽ ഇപ്പാടെ പെങ്ങളുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ പാലക്കാട്ടുകാരത്തിയാണ്. നമ്മൾ പാലക്കാട് പട്ടാമ്പി. അവൾ ശരിക്ക് പാലക്കാടില്ലോൾ തന്നെ, പാലക്കാട് തന്നെ അവളത് കേട്ടോ. അപ്പോൾ അവൾ അവിടെ നിന്ന് ഒരാഴ്ചക്ക് നിൽക്കാൻ വന്നിരിക്കണം. അപ്പോൾ അവൾ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. അതായത് മല്ലി 1.5, മഞ്ഞൾ 1/2, 2 ടീസ്പൂൺ മുളകും പൊടി എടുത്തിട്ട് അത് ചട്ടിയിലിട്ട് വറുത്തിട്ടാണ് അവൾ കറി വെക്കുക കേട്ടോ. നന്നായി കൈ വിടാതെ ഇളക്കണം അത്ര കേട്ടോ. പിന്നെ അവൾ ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും വലിയ ജീരകവും ഇട്ടിട്ട് മിക്സിയിൽ പിന്നെ ആ വറുത്ത പൊടിയും പാടെ ഇട്ടിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ടാണ് മിക്സിയിൽ അടിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് തിരുമ്പി പിടിച്ച് അത് ഇതിലേക്ക് പാർന്നതിന് ശേഷം പിന്നെ 2 തക്കാളി 2 പച്ചമുളകും അരിഞ്ഞെടുക്കാൻ കേട്ടോ. പച്ചമുളക് നടു കീറിയിട്ടായിരുന്നു, തക്കാളി ചെറുത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ആ മിക്സ് അരച്ചെടുത്തത് അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. ചെറിയ ഉള്ളിയും ജീരകവും പിന്നെ വറുത്തതും മല്ലിയും മുളകും മഞ്ഞളും വറുത്തതും വാടയാണ് അതിൽ ഒഴിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി പിന്നെ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇടക്കിടക്ക് ഇളക്കുന്നുണ്ട്. പിന്നെ കറി വറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അയിലാണ് കേട്ടോ. അയില അവൾ തലയൊക്കെ ഇട്ടിട്ടാണ് വെക്കുക. തലേണയൊക്കെ നുറുക്കി അവൾ തന്നെയാണ് കേട്ടോ ആക്കിയത്. എന്നിട്ട് അതൊക്കെ നുറുക്കി അതിൽ കറി വെന്തതിൻ്റെ ശേഷം മീനെല്ലായിടത്തും ഇട്ടു കേട്ടോ. അങ്ങനെ കറി ആയിട്ട് മീനൊക്കെ വെന്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മറ്റേ അടുപ്പിൽ അടച്ച് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ ചട്ടി വെച്ചു. അതിൽ ചെറിയ ഉള്ളി ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഉലുവിട്ട് പിന്നെ ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം അതിൽ കിട്ടുട്ടോ.
ഒരു വട്ടം ചോറുന്ന ഞാൻ അവളെ കറി കൂട്ടി 2 വട്ടം ചോറുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.